ഇടതുപക്ഷത്തിന് ബി.ജെ.പിയോട് വിരോധമില്ല എന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും നാട്ടിലുണ്ടോ? ചില കോൺഗ്രസ്സുകാരും കടുത്ത മുസ്ലിം ലീഗുകാരും അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടത്രേ. എന്നാൽ അങ്ങനെ വിശ്വസിക്കാൻ മാത്രം മഠയനല്ല കെ.എം. ഷാജി. കാരണം ഇടതുപക്ഷം എത്തുന്നിടത്തു നിന്നെല്ലാം ബി.ജെ.പി അവരില്ലാത്തിടങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് പതിവ്. ഇടതുപക്ഷമുള്ള നാട്ടിലൊന്നും ബി.ജെ.പി ഇല്ലാത്തതുകൊണ്ടുകൂടിയാണ് കെ.എം. ഷാജി കോൺഗ്രസിനൊപ്പം അഭിമാനത്തോടെ നിൽക്കുന്നത്. ഇടതുപക്ഷത്തിന് ബി.ജെ.പിയോട് വിരോധമില്ല, അവർ RSSനെ സഹായിക്കുന്നു എന്ന് പറയാൻ മാത്രമുള്ള വിഡിത്തൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. നിങ്ങൾക്ക് ബി.ജെ.പിയോട് ഭയങ്കര ദേഷ്യമാണ്. ബി.ജെ.പിനെ കണ്ടാൽ നിങ്ങൾ വോട്ട് എതിരായിട്ട് ചെയ്യുക മാത്രമല്ല, അവരെ കൈകാര്യം ചെയ്യാൻ വരെ നിങ്ങൾ ഉഷാറാണ്, വളരെ മിടുക്കന്മാരാണ്. സംഗതി ഒന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആത്മാർത്ഥത കൊണ്ട് മാത്രം എന്താണ് സാർ കാര്യം? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയും. നമ്മളിപ്പോ നായാണല്ലോ ഇവിടുത്തെ ഒക്കെ താരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു തീരുമാനം എടുത്തു നോക്കുക. നായ പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ നിയമവും മറികടന്നവർ തീരുമാനം എടുത്തു, കോൺട്രാക്ടർ കൊടുത്തു. നായപിടുത്തക്കാരൻ കമ്പിയും സിറിഞ്ചും എല്ലാ സാധനവുമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിറങ്ങാൻ. പക്ഷേ കോർപ്പറേഷനിലെ ഒരു അംഗം നായസ്നേഹിയായ ഒരു അംഗം ഈ വിവരം പതുക്കെ നായക്കൊക്കെ ചോർത്തി കൊടുത്തു എന്ന് വരിക. നായ്ക്കൾ നേരെ കൊല്ലം കോർപ്പറേഷനിലേക്ക് പോയി. നായപിടുത്തക്കാരൻ എവിടെ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ. നായ്ക്കൾ എവിടെയാ? കൊല്ലം കോർപ്പറേഷനിൽ. പണി നടക്കൂലല്ലോ. നായ ഉള്ളിടത്ത് നായപിടുത്തക്കാരനും വേണം. ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവണം. ബി.ജെ.പിയോട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ ബി.ജെ.പി എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ബി.ജെ.പി എവിടെയാണ്? ബീഹാറിലാണ്. ബി.ജെ.പി എവിടെയാണ്? രാജസ്ഥാനിലാണ്. ബി.ജെ.പി എവിടെയാണ്? ഡൽഹിയിലാണ്. നിങ്ങൾ എവിടെയാണ്? കേരളത്തിലാണ്. കുറച്ചെവിടെയാണ്? ബംഗാളിലാണ്. ഇത്തിരി ഉള്ളത് എവിടെയാണ്? ത്രിപുരയിലാണ്. ബി.ജെ.പിയുടെ അടുത്ത് നിങ്ങളുണ്ടോ? നിങ്ങളില്ല. നിങ്ങളുടെ അടുത്ത് ബി.ജെ.പി ഉണ്ടോ? ബി.ജെ.പി ഇല്ല. മുഖാമുഖം പോലും കാണാൻ കഴിയാത്ത ഒരു സാധനത്തിനെ കുറിച്ച് നിങ്ങളെ ബാക്ക് കൂടി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ സഹോദരന്മാരെ? ആകെ ബി.ജെ.പിയെ അത്യപൂർവമായി ബി.ജെ.പിയെ കേരളത്തിൽ കണ്ടുകിട്ടിയ ഒരു സ്ഥലമുണ്ട്. ബി.ജെ.പിയെ അത്യപൂർവമായി കേരളത്തിൽ കണ്ടുകിട്ടിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അപ്പൊ നിങ്ങൾ 3ാം സ്ഥാനത്താണുള്ളത്, ബി.ജെ.പിന്റെ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ കുളത്തിൽ അവിടെ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബി.ജെ.പിയെ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് ബി.ജെ.പിയെ നേരിടാൻ കഴിയുന്ന ഒരു കക്ഷിയുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന അഭിമാന ബോധത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിമാനം കോൺഗ്രസിനൊപ്പമാണെങ്കിലും ഷാജി പറയുന്നതെല്ലാം കൂടി അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഷാജിയുടെ തുറന്നു പറച്ചിലിൽ ഡോക്ടർ കെ.ടി. ജലീലിന് അതിയായ സന്തോഷമുണ്ട്. എന്റെ സുഹൃത്ത് ഷാജി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമുള്ളയിടത്ത് ബി.ജെ.പി ഇല്ല. കേരളത്തിൽ ബി.ജെ.പി ഇല്ല, ബംഗാളിൽ ബി.ജെ.പി ഇല്ല, ത്രിപുരയിൽ ബി.ജെ.പി ഇല്ല. ആരുള്ളിടത്താണ് ബി.ജെ.പി വളർന്നത്? സാർ, കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഇവിടെയാണ്. കോൺഗ്രസ് ഭരിച്ചിടത്തൊക്കെ കേവലാർത്ഥത്തിലുള്ള ഭരണമാണ് അവർ നടത്തിയതെങ്കിൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയ സ്ഥലങ്ങളിൽ ഭരണത്തോടൊപ്പം ജനങ്ങളുടെ മനസ്സിനെ മതനിരപേക്ഷമാക്കുന്നതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് ബി.ജെ.പിയുടെ വർഗീയ അജണ്ട ഇടതുപക്ഷ സ്വാധീന സംസ്ഥാനങ്ങളിലും മേഖലകളിലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകാതെ പോയത്. ജലീൽ ഇങ്ങനെ സന്തോഷിച്ചാൽ മാത്രം പോരാ. ഷാജി പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി കേട്ട് ബോധിച്ച് CPIMനെ ഉദ്ബുദ്ധരാക്കണം. ഉദാഹരണത്തിന് ജാതിമത വോട്ടുകൾക്ക് വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ഏർപ്പാട്. EMSന്റെ കാലത്തേതുപോലെ അത്തരം കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളിൽ ഉറച്ച നിലപാട് വേണമെന്ന് ഷാജി പറയുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ, ഇത് റമദാൻ മാസമാണ്, വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. EM ശങ്കര നമ്പൂതിരിപ്പാട് പറഞ്ഞു അതിലൊരു അമാനുഷികതയില്ല, അത് അള്ളാഹു ഇറക്കിയതല്ല. അങ്ങനല്ല. ശരീഅത്ത് കാടൻ നിയമമാണ്. ശബരിമലയിൽ വിളക്ക് കത്തിക്കാണ്, അത് വെറുതെ കത്തുന്നതുമല്ല. സാത്താനിക് വേഴ്സസിന്റെ കൂടെ അതിൽ ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെയാണ്. മുസ്ലിങ്ങളെ എതിർത്തു, ക്രിസ്ത്യാനിയെ എതിർത്തു, ഹിന്ദുവിനെ എതിർത്തു. ശരീഅത്തിന്റെ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഇതാ മോയിൻകുട്ടിക്കൊക്കെ ഇവിടെ ഉണ്ട്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് EM ശങ്കര നമ്പൂതിരിപ്പാടിനെ വിട്ട് പിരിഞ്ഞുപോയി. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു. കേരളത്തിൽ നിങ്ങളുടെ ഒരു സ്പേസ് എന്താണ്? നിങ്ങൾ ഈ കളിക്കുന്ന കളിയല്ല കളിക്കേണ്ടത്. നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷം ആ സ്പേസ് മനസ്സിലാക്കാത്തതാണ് അവരുടെ പരാജയം എന്നാണ്. അല്ലാതെ ഈ കാട്ടുന്ന വേലത്തരങ്ങൾ കൊണ്ട് ജയിച്ചു ഒറ്റ കാര്യം ഇടതുപക്ഷം ചെയ്താൽ മതി, തോൽക്കാനുള്ള ധൈര്യം കാണിച്ചാൽ മതി. നിങ്ങൾക്ക് തോൽക്കാനുള്ള ധൈര്യമില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. 4 കൊല്ലാവുമ്പോഴേക്കും ഈ കള്ളുകുടിയന്മാർക്ക് രാവിലെ കിട്ടിയിട്ടില്ലെങ്കിൽ വിറക്കണം. അതിന് നിങ്ങൾക്ക് വിറ തുടങ്ങി ഭരണം കിട്ടാതായപ്പോ. ഈ വിറ അവസാനിപ്പിക്കുക. നിങ്ങൾ എന്നാണോ തോൽക്കാൻ ധൈര്യം കാണിക്കുന്നത് അന്ന് നിങ്ങളെ ജയിപ്പിക്കാൻ ജനമുണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് അതിന് ധൈര്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറഞ്ഞു ഇന്നലെ മുളച്ചു പൊങ്ങിയ കെജ്രിവാളിൽ നിന്നുകൂടി കാര്യങ്ങൾ പഠിക്കണമത്രേ.
കെജ്രിവാളിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ അയാൾ ആൺകുട്ടികളെ പോലെ പറഞ്ഞു, എനിക്ക് BJP-യുടെ വോട്ട് വേണ്ട, ഡൽഹി ഇമാം എന്ന് പറയുന്ന കാട്ടുകള്ളന്റെ വോട്ടും വേണ്ട എന്ന് കെജ്രിവാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നില്ല കെട്ടിപ്പിടിക്കുമായിരുന്നു. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് മതതീവ്രവാദത്തെ എതിർക്കുമ്പോൾ മറുഭാഗത്ത് ഫാഷിസത്തെയും എതിർക്കാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. അതാണ് ഉണ്ടാവേണ്ടത്, അതാണ് ഇല്ലാതെ പോകുന്നത്, അതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനല്ലാതെ വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയമൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോൾ കൊച്ചു പുസ്തകത്തിൽ കഥ എഴുതുന്ന ആൾക്കാരും അതല്ല ഏപ്പടത്തിന് തിരക്കഥ എഴുതുന്ന ആളുകളും എഴുതി കൊടുക്കുന്ന പ്രസംഗം കൊണ്ടൊന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് എല്ലാം ഒരു രതികീട സുഖം നടക്കുന്ന പോലെ അവസാനിപ്പിച്ചു പോയാൽ നിങ്ങൾക്ക് കേരളത്തിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാനാവുക നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ അടിയന്തര പ്രമേയം എഴുതാൻ ഷാജിയെ പോലുള്ളവരുടെ സഹായം ഇടതുപക്ഷത്തിന് ഇനി മുതൽ ലഭിക്കുമെന്നുകൂടി കരുതാം. അവരാണെങ്കിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ലീഗിനെ വിളക്കു കത്തിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. അത് ശരിയാണോ? ഇവിടെ വിളക്ക് കത്തിക്കുന്ന വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് പലരും എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളെന്താ കത്തിക്കുക? മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഒരുപാട് ശാഖകളുണ്ട്, സുന്നികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മുജാഹിദുകൾ പലതുണ്ട്. വിളക്ക് കത്തിക്കുന്ന പള്ളികളുണ്ട്, എണ്ണ നേർച്ച ചെയ്യുന്ന പള്ളികളുണ്ട്, വിളക്ക് വെക്കുന്ന പള്ളികളൊക്കെ ഉണ്ട്. ഞാനൊരു മുസ്ലിമാണ്, ഒരു തികഞ്ഞ വിശ്വാസിയാണ്, ഞാൻ പൂർണ്ണമായ ഒരു വിശ്വാസിയാണ്. പക്ഷെ ഞാൻ വിളക്ക് കത്തിക്കാറുണ്ട്. എന്നോട് എന്റെ പാർട്ടി കത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് അബ്ദുറബിന് അവകാശമുള്ള പോലെ തന്നെ VT ബലറാം പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കാനുള്ള മമ്മൂട്ടിക്ക് അവകാശമുണ്ട്, ജനാധിപത്യപരമായ അവകാശമുണ്ട്. ഞങ്ങൾ ലീഗിൽ പലരും കത്തിക്കാറുണ്ട്. ആരാ പാർട്ടി പറഞ്ഞിരുന്നോ കത്തിക്കരുതെന്ന്? അത് ഓരോരുത്തരുടെ കാര്യമാണ്. അതിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഒറ്റ കാര്യമുണ്ട്, നടൻ മമ്മൂട്ടിയിൽ നിന്ന് ഇസ്ലാം പഠിക്കേണ്ട ഗതികേടോ CPM-ൽ നിന്ന് മതേതരത്വം പഠിക്കേണ്ട ഗതികേടോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മെമ്പർമാർക്കില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. വെളിച്ചം മാത്രം ദൈവം ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കണില്ല. പിന്നെ ഇരുട്ടിന് ആരുണ്ടാക്കിയ ചെകുത്താൻ ഉണ്ടാക്കിയതാ? അങ്ങനെന്തോ ഇത് വെളിച്ചത്തെ ആരാധന ഒന്നല്ല, ഞാൻ വിശ്വസിക്കണില്ല. വെളിച്ചം മാത്രം ദൈവം ഉണ്ടാക്കിയത്, അങ്ങനെ ഇരുട്ടുവിനെ ആരുണ്ടാക്കിയതാണ്? അപ്പൊ അതുകൊണ്ട് വെളിച്ചം പോകാനെന്നല്ല, അതൊരു ഫോർമാലിറ്റിയാണ്. ഞാൻ നാട കട്ടി, എന്റെ മുമ്പിലുള്ള നാടയാണ് നാട കട്ടിയും, എന്റെ മുമ്പിൽ ഒരു വിളക്കാണെങ്കിൽ ഞാനത് കത്തിക്കും, അത്ര കാര്യത്തുള്ളൂ. അതിന്റെ വിശ്വാസത്തെ ബാധിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത ബാധിക്കുന്നതല്ല. വിശ്വാസപരമായി ആരാധനയുടെ ഭാഗമായി അത് കത്തിക്കുന്ന നിമിഷം ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പക്ഷെ ആരാധനയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നില്ല, കാണാത്ത കാലത്തോളം കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അബ്ദുറബ്ബ് വിളക്ക് കൊളുത്താൻ മടിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ അതേ മുസ്ലിം ലീഗ് പാർട്ടിയിലെ KM ഷാജി വിളക്കിനെ വിശ്വാസത്തിന്റെ ഭാഗമായി പരിഗണിക്കുന്നുമില്ല. അതുകൊണ്ട് ഷാജി വിളക്ക് കൊളുത്തുകയും ചെയ്യും. അപ്പോൾ ഏതാണ് യഥാർത്ഥ മതവിശ്വാസം? മുസ്ലിം ലീഗ് ഷാജിയെ കണ്ട് തിരുത്തണം എന്നാണ് KT ജലീലിന്റെ നിലപാട്. ഷാജി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുസ്ലിം ലീഗ് ഇക്കാലം എത്രയും സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ മുനീർ അടക്കമുള്ള മന്ത്രിമാർക്കും ലീഗിലെ MLA-മാർക്കും ഷാജി ക്ലാസ് എടുക്കണം, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? ആരാധനയുടെ ഭാഗമല്ലാതെ നിലവിളക്ക് കൊളുത്താൻ ഒരു മുസ്ലിമിന് കഴിയും എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ലീഗ് ഇക്കാലം എത്രയും എടുത്ത നിലപാട് തെറ്റാണെന്ന് കേരളീയ സമൂഹത്തോട് ഞാനിവിടെ വളരെ കൃത്യമായി പറഞ്ഞത് എന്താണെന്ന് സഭാരേഖകളിലുണ്ട്. അതിന് വിരുദ്ധമായിട്ട് പറയുന്ന ഒരു പ്രയോഗവും രേഖയിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ തിരുത്താനും ഞാൻ പോയിട്ടില്ല. ലീഗ് നിലപാടിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് ജലീലിന്റെ ഇസ്ലാം ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കണ്ട. സാർ നമ്മളെല്ലാവരും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് സാർ. ആരാധനയുടെ ഭാഗമല്ലാതെ ഞാൻ ആരാധിക്കുകയാണ് എന്ന വിശ്വാസത്തിലല്ലാതെ നിലവിളക്ക് കൊളുത്തുന്നതിൽ ഒരു തെറ്റുമില്ല, അതുകൊണ്ടാണ് ഞാൻ കൊളുത്തുന്നത് എന്ന് ബഹുമാന്യനായ അംഗം ഷാജി പറഞ്ഞു. ഷാജിയുടെ ആ മനോഗതത്തിലേക്ക് മുനീറിന് പോലും ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മുനീറിന്റെ പരിമിതിയെയല്ലേ വ്യക്തമാക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും അബ്ദുറബിന്റെയും പരിമിതിയെയല്ലേ അത് വ്യക്തമാക്കുന്നത്? ഞാൻ ഷാജിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ലീഗ് ആ നിലപാടിലേക്ക് മടങ്ങി വരണം. വിളക്ക് കൊളുത്തിയാലും ഇല്ലെങ്കിലും അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കട്ടെ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ശിവൻകുട്ടി തരം. ഒരുത്തരെ കുടുംബസ്വത്തൊന്നുമല്ല, അവിടെ മര്യാദ ഇരിക്കാൻ വരണം. KM മാണിക്കെതിരെ